ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ബലരാമനോട് ആ സത്യങ്ങളെല്ലാം ഭാഗ്യശ്രീ തുറന്നു പറയുന്നുണ്ട്. ഏട്ടനാണ് സുജാതയുടെയും അതുപോലെ തന്നെ സാഗർ സാറിൻ്റെയും മൂത്ത മകൻ എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേനും, എന്താ മോളെ നീ എന്നെ കളിയാക്കുകയാണോ? ഒരിക്കലും ഇല്ല ഏട്ടാ. നിങ്ങൾ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഏട്ടന് അതിൻ്റെ സാമീപ്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അച്ഛനും അമ്മ എന്ന് ഏട്ടൻ മനസ്സ് തുറന്ന് വിളിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അച്ഛനും അമ്മയും അവർ തന്നെയാണെന്ന് പറയുമ്പോൾ ഷോക്ക് ഏറ്റതുപോലെ ഏട്ടാ ബലരാമന്. എൻ്റെ കുടുംബത്തിൽ എത്തിയപ്പോൾ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് അവരെ കണ്ടപ്പോൾ. പിന്നെ ഞാൻ ചെയ്തതൊക്കെ തെറ്റല്ലേ മോളെ? എൻ്റെ അനിയത്തിയെയും കൂടപ്പിറപ്പുകളെയൊക്കെ ഞാൻ വല്ലാണ്ട് ഉപദ്രവിച്ചു. എൻ്റെ അച്ഛനെ അമ്മയെ എല്ലാവരെയും മനസ്സുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചു. ഇതെല്ലാം ഞാൻ ചെയ്ത പാപമല്ലേ? അതൊന്നും സാരമില്ല ഏട്ടാ. പിന്നെ എങ്ങനെ ഞാൻ അവരിൽ നിന്ന് അകന്നു പോയതെന്ന് ചോദിക്കുമ്പോഴത്തേനും, എൻ്റെ അച്ഛനും അമ്മയും ഏട്ടനെ കുഞ്ഞിലെ വെച്ച് തന്നെ എടുത്തു മാറ്റിയതാണ്. എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ലാലി ആൻറ്റിക്ക് അറിയാം. അവിടെ സിസ്റ്ററായി നിന്നത് ലാലി ആൻറ്റിയാണല്ലോ. സുജാത മേഡത്തിൻ്റെ മൂത്ത മകനായിട്ട് ജൂബിലി ഹോസ്പിറ്റൽ ഏട്ടൻ പ്രസവിച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഏട്ടനെ എടുത്തു മാറ്റുക ചെയ്തത് സാഗർ സാറിനോടുള്ള പക വീട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനൊരു അവസ്ഥ വന്നത് എന്നൊക്കെ തുറന്ന് പറയുന്നു കേട്ടോ. ഇതെല്ലാം തന്നെ കേൾക്കുമ്പോൾ മനസ്താപം കൊണ്ട് കരയാട്ടോ ബലരാമൻ. ഏട്ടൻ കരയണ്ട, ഇനി സ്വന്തം അച്ഛനും അമ്മയായിട്ട് അവരുണ്ടല്ലോ, വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ, അതേ മോളെ, ഇനി എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കാണണം എന്ന രീതിയിലൊക്കെ ബലരാമൻ പറയുന്നു, ആശ്വാസമാകുന്നു. പിന്നീട് മാനസയെ തന്നെയാട്ടോ കാണിക്കുന്നത്. ഹേമ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് മാനസയെന്ന് ചോദിക്കുമ്പോഴത്തേനും, ഞാൻ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുകയാണ്, കൃഷിയുമായിട്ടുള്ള കല്യാണം ഇനി എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇപ്പം തന്നെ നിനക്ക് നല്ല ബുദ്ധിയൊക്കെ തോന്നിയല്ലോ, അതെന്തായാലും നന്നായി എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോഴാണ് നല്ല ബുദ്ധി തോന്നിയത്, എന്നാൽ നമുക്ക് വേറൊരു കല്യാണം ആലോചിച്ചാലോ എന്ന് ചോദിക്കുമ്പോഴത്തേനും, എനിക്ക് അതും ഞാൻ ആലോചിച്ച് വെച്ചു. പയ്യനെ കണ്ടെത്തുകയും ഏതാണ് ഞാൻ വന്ന് ചെന്ന് കയറാവുന്ന വീടും അതും കണ്ടെത്തുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും, നീ എന്തൊക്കെയാണ് പൊട്ടത്തരം വിളിച്ച് പറയുന്നത്? അതെ, എനിക്ക് എന്തായാലും ഞാൻ കണ്ടെത്തിയ പയ്യൻ ആരാന്ന് അമ്മയ്ക്കറിയോ? ഞാൻ സുമിത്രയുണ്ടല്ലോ, അവരെ പോയി ജയിലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ മകനെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. അവരുടെ മകനോ? അത് യഥാർത്ഥത്തിൽ ആരാണെന്ന് അമ്മയ്ക്കറിയോ? കാരണം സാഗർ സാറിൻ്റെയും സുജാത മേഡത്തിൻ്റെയും മൂത്ത മകനാണെന്ന് രീതിയിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത്? അവർക്കിവിടെ മൂത്ത മകൻ ഉണ്ടമ്മേ. അവരുടെ മൂത്ത മകനാണ് ബലരാമൻ. അവനെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അമ്മയ്ക്ക് പതിയെ കാര്യങ്ങളൊക്കെ വ്യക്തമാവും. അതിനൊക്കെ സമയമുണ്ടല്ലോ. അമ്മ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ വിചാരിച്ച പോലെ കാര്യം ചെയ്യാൻ പറ്റും. എനിക്കെന്തായാലും സാഗർ കുടുംബത്തിൽ എത്തിയേ പറ്റുള്ളൂ. എന്നിട്ട് അവരോട് പക വീട്ടാനുള്ളതാണ്. അതിനുള്ളൊരു വഴി ബലരാമൻ തന്നെയാണ്. എനിക്ക് ബലരാമന് മതി. അദ്ദേഹത്തെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ മാനസ. പിന്നീട് അച്ഛനേട്ടനെ കാണിക്കുന്ന കൺമണിയും. കൺമണി എന്തായാലും പുറത്തൊക്കെ പോയി വന്നിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ വരുന്നുണ്ട്. മോളെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും സാഗർ കുടുംബത്തിന് എൻ്റെ മോളെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറാവോ? കാരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബിസിനസ് കുടുംബങ്ങളാണ്. അവർ അങ്ങനത്തെ നിലയിലുള്ള ബന്ധമല്ലേ ആലോചിക്കുള്ളൂ. മോൾക്കത് വിഷമാവാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനെന്ന് പറയുമ്പോൾ ഗോകുൽ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും അച്ഛൻ വിചാരിച്ചതൊക്കെ ശരിയാണ്, പക്ഷേ ക്രിസ് സാർ അതിന് അനുവദിക്കണ്ടേ? സാർ എന്തായാലും അപ്പയെ തന്നെ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് അച്ഛൻ കണ്ടതല്ലേ? കാരണം അപ്പ ജയിലിലായപ്പോഴും അല്ലെങ്കിൽ അപ്പയെ കാണാതായപ്പോഴും ഇവിടെ വിവാഹം നടക്കുന്ന സമയത്തും എല്ലാം രക്ഷിക്കാൻ നമ്മുടെ ക്രിസ് സാറുണ്ടായിരുന്നു. അപ്പം തന്നെ മനസ്സിലാവാലോ ക്രിസ് സാറിന് അപ്പയോടുള്ള എത്രമാത്രം ഇഷ്ടമാണെന്നുള്ളത്. അതിൽ കൂടുതൽ ഇനി എന്താണ് അപ്പയെ വേണ്ടത്? അതുകൊണ്ട് ക്രിസ് സാർ ഏത് എതിർപ്പുകളെയും മറികടന്ന് അപ്പയെ സ്വന്തമാക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും അച്ഛന് പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് ഒരു ആശ്വാസമായത്, ഇനി എനിക്ക് ടെൻഷനൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു കേട്ടോ. പിന്നെയും ചേച്ചിയമ്മയും അതുപോലെ തന്നെ സാഗറിനെയും കാണിക്കുന്നുണ്ട്. സാഗറിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. മോനെ അനിയൻ കുട്ടാ, നീ 2-3 ദിവസമായിട്ട് എനിക്ക് മുഖമേ തരുന്നില്ലല്ലോ. അത് ഞാൻ മനഃപൂർവ്വം തരാത്തതാണ് ചേച്ചിയമ്മേ, എനിക്ക് ആരോടും ഉത്തരം പറയാനില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്, ചേച്ചിയമ്മയ്ക്ക് അറിയില്ലേ അത് കാര്യം? എന്ത് ധർമ്മസങ്കടത്തിന്? കൃഷിൻ്റെ കല്യാണത്തെക്കുറിച്ച്. എനിക്ക് മാനസയും കൺമണിയെയും കുറിച്ചും ടെൻഷനുണ്ട്. ആരെയാണ് കൃഷി കല്യാണം കഴിക്കുക? അത് കൃപയുടെ സംശയമാണ്, അല്ലാതെ നിൻ്റെ ഒന്നല്ല. നമ്മൾ ആഗ്രഹിച്ചതും മോഹിച്ചതും മാനസയ്ക്ക് വേണ്ടിയിട്ടാണ്, അവളെ മരുമകളാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കുടുംബത്തിന് ചേർന്നതും അതുപോലെ വിദ്യാഭ്യാസം കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം കൊണ്ടും കൺമണിയേക്കാളും ഉയർന്നവളാണ് മാനസ. പിന്നെ അവൾ നമ്മുടെ കുട്ടിയല്ലേടാ, പിന്നെ എന്തിന് നമ്മൾ ഇത്ര ടെൻഷൻ?
അതൊക്കെ ശരിയാണ് ചേച്ചിയമ്മേ. പക്ഷേ കൺമണിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അവൾ കൃഷി പറഞ്ഞത് കേട്ടില്ലേ, അവളുടെ കഴിവിനെക്കുറിച്ചും അവളാണ് ഈ കുടുംബത്തെ രക്ഷിച്ചതിനെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മളെ കുടുംബത്തിലേക്ക് ആ വരാൻ കുറച്ചും കൂടി അർഹതയുള്ളത് കൺമണിക്കല്ലേ എന്നൊരു തോന്നൽ. നീ നിർത്ത്, നീ എന്തൊക്കെയാണ് പറയുന്നത്, നീ പറഞ്ഞ് പറഞ്ഞ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി കേട്ടോ. കാരണം നിൻ്റെ ആഗ്രഹമൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. കൃഷിൻ്റെ പോലെ തന്നെ നീയും സംസാരിച്ചു തുടങ്ങുകയാണോ? ചേച്ചിയമ്മയൊന്നും അറിയാതെ പറഞ്ഞതാണ്. കാരണം എൻ്റെ മനസ്സിൽ ഈ ടെൻഷൻ കാരണം ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ തീരുമാനമൊന്നും എടുത്തിട്ടില്ലല്ലോ. നീ ഒന്നും പറയണ്ടടാ, നിൻ്റെ മനസ്സിൽ ഈ തീരുമാനം തന്നെയാണ്. കൃഷിൻ്റെയും കൃപയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. സുജുവിനെ വിളിക്ക്, ഞാൻ അവളോട് സംസാരിക്കാം. അവളല്ലേ കുറേ കാര്യങ്ങൾ പറഞ്ഞത്, അവളോട് വിളിക്കുമെന്ന് പറയുന്നു. ചേച്ചിയമ്മ എനിക്കൊരു സമാധാനം എന്താ, എനിക്കൊന്നും ഇതൊന്നും വിട്ടേക്ക്. ഞാൻ പറഞ്ഞ കാര്യം അതൊന്നും ഞാൻ വിടാനായിട്ട് പോകുന്നില്ല. നീ മനസ്സിൽ വിട്ട് നടന്നോ, പക്ഷെ ഞാൻ ഒരിക്കലും അതിന് തയ്യാറല്ല. എനിക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആൻ്റിയമ്മ ദേഷ്യപ്പെട്ടിട്ട് പോകുന്നു. പിന്നെയും കൃഷും കൺമണിയും ഫോൺ ചെയ്ത് സംസാരിക്കുന്നു കേട്ടോ. സർ, നമ്മുടെ ജീവിതത്തിൽ എന്തോ നല്ലത് വരാനായിട്ട് പോകുന്നു. അതെന്തായാലും ഉറപ്പല്ലേ. കൃപ മുന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പോകുന്ന കണ്ടില്ലേ. നമ്മുടെ ജീവിതത്തിൽ നല്ല സമയം വരാനായിട്ട് പോകുന്ന കൺമണി എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് തന്നെ കൃപ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഒരു ദേഷ്യം വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരത്തിൽ എടുക്കണം വേണം, കക്ഷത്തിൽ പോവാനും പാടില്ല. എല്ലാവരെയും സന്തോഷിപ്പിച്ച് വേണം നിങ്ങളുടെ വിവാഹം നടത്താൻ. അത് ചിലപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും താലി കെട്ടിയ കാര്യം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നായി ജീവിക്കാമായിരുന്നല്ലോ. അപ്പോൾ അതിനും തയ്യാറല്ല. എല്ലാവരും വിളിച്ചിട്ട് കാര്യങ്ങൾ നല്ല രീതിക്ക് നടത്തണം. ഇതൊക്കെ കുറച്ച് കഷ്ടമാണ്. പക്ഷെ ചിലപ്പോൾ ചില മൂഡിൽ ഞാൻ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിരിക്കും. ചിലപ്പോൾ ഇവരുടെ സംസാരമൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ വെട്ടി തുറന്ന് ചിലപ്പോൾ പറഞ്ഞു എന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗോകുൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആപ്പേ അതാ ബാമപ്പച്ചി പോകാനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു. അതാരാ, ഗോകുലാണോ? ഫോൺ കൊടുത്തേ, കല്യാണത്തെക്കുറിച്ച് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം കൃപയെന്ന് പറഞ്ഞിട്ട് കൺമണി ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. അതിനുശേഷം എന്നെ ഭാമ പോവാനായിട്ട് ഇറങ്ങുന്നു കേട്ടോ. അതിനുശേഷം എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. നിങ്ങളെ ഞാൻ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോകും കേട്ടോ. ചേച്ചി വിഷമിക്കേണ്ട, അവിടെ പോയി ഒന്ന് സെറ്റിലാകുക, എന്നിട്ടല്ലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചേച്ചി പോയി രക്ഷപ്പെടാതെന്ന് പറയുന്നു. അങ്ങനെ ഏട്ടനോട് കാലിൽ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നു. അങ്ങനെ ഗോകുലിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. പിന്നെ കൺമണിയെ കെട്ടിപ്പിടിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. അമ്മായിമാരോട് ക്ഷമിക്കണം, നിനക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം, അന്നൊക്കെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ചെയ്തതാണെന്ന് വിചാരിച്ചാൽ മതി, അല്ലാതെ നിന്നോട് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല. ഇനി എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവളുടെ കാര്യം നിങ്ങൾ നോക്കിക്കണം, അവളെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചോണം, അവളെ വേദനിപ്പിക്കരുത് എന്നൊക്കെ ബാമ്മമ്മായി ബാക്കിയുള്ള അമ്മായിമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി പറയുന്നുണ്ട്, അതൊന്നും സാറില്ല അമ്മായി, പോയിട്ട് വാ എന്ന് പറയുന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കൺമണിയും ബാമ്മമ്മായിട്ടോ. എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു. ആ സമയത്താണ് അവിടെ ധനലക്ഷ്മി വരുന്നുണ്ട് കേട്ടോ. ധനലക്ഷ്മിനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയില്ല എന്നുള്ളൊരു ദേഷ്യത്തോടു കൂടി നിൽക്കാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രൊമോ ആയിട്ട് കാണാം കേട്ടോ.